നമ്മുടെ സ്പോട്ട്. എന്ത് രസമാണെന്ന് അറിയാം കാണാൻ, ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലം. മുള വെട്ടിയതാണ് കാണിച്ചേ, കൈ മുറിഞ്ഞ കാണിച്ചേ. ഇതേപോലെ കണ്ടെത്തി വന്നെറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. റോഡ് വെള്ളം, ആറ്റിലും വെള്ളം, തോട്ടിലും വെള്ളം, റോഡിലും വെള്ളം. പള്ളിക്കകത്ത് വരെ വെള്ളമാണ്. കറക്റ്റ് ഒരു മീൻ കിടന്നൊക്കെ പറയുന്നത് അത് പായലായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, ചൂണ്ടിടാൻ വന്നിരിക്കുന്നത് കിടങ്ങറയിലാണ്. അപ്പം മണിമലയിൽ നിന്ന് നമ്മൾ അത്രയും ദൂരം ട്രാവൽ ചെയ്താണ് കിടങ്ങറ എത്തിയിരിക്കുന്നത്. അപ്പം ഇരിക്കുന്നത് അപ്പോൾ സ്പൈഡർ ഹുക്കാണ് മാക്സിമം നോക്കുന്നത്. ഒരു ആക്സിഡൻ്റ് ആണ്. ഒരു ചൂണ്ടക്കട സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഞങ്ങളിവിടെ ഒരു ഫിഷിംഗ് ഹബ്ബ് എന്ന് പറഞ്ഞൊരു ചൂണ്ടക്കടയിലാണ് കിടങ്ങറ. അപ്പം ഇവിടെ നമ്മൾ ആവശ്യത്തിനുള്ള തീറ്റ, അന്ന് മേടിച്ചതുപോലെ പെല്ലറ്റ്, കോഴിത്തീറ്റ, മൈദ, എസൻസ്, പിന്നെ നമ്മളൊരു ചെറിയൊരു പോൾ റോഡും കൂടെ മേടിച്ചിട്ടുണ്ട്, ഒരു 300 രൂപയുടെ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്ത് കോഴി കുടലും കൂടാണ് വേണ്ടത്. അപ്പോൾ അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റായി. പോയി കാസ്റ്റ് ചെയ്താൽ മതി. കോഴിക്കുടൽ മേടിക്കാനായിട്ടൊരു ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെ നിന്ന് ആൾക്കാർ സ്പോട്ട് ചെയ്ത് ചൂണ്ടിടുന്നുണ്ട്. അപ്പോൾ നിറച്ച് സാധനങ്ങളായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഉള്ള കോഴിക്കടലിലെ ചേട്ടൻ പറഞ്ഞൊരു സ്പോട്ടിലോട്ടാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. നമസ്കാരം, ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് കിടങ്ങറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആലപ്പുഴ AC റൂട്ടിൽ പോകുമ്പോൾ കാണുന്നൊരു സ്ഥലമാണ്. ഓൾറെഡി നമുക്ക് കാസ്റ്റിംഗ് കഴിഞ്ഞു. അപ്പം കുറച്ചുകൂടി ബെറ്റർ പ്ലേസ് നോക്കിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കാസ്റ്റിംഗ് തുടങ്ങി. ഒരു പർട്ടിക്കുലർ സ്ഥലം, കിടങ്ങറ എന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ 2-3 ചൂണ്ടയും വള്ളിയെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രോഗിനെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കൈരാശ ആ ബ്ലാക്ക് ഫ്രോഗ് ഈശ്വരൻ്റെ തലയിലും വീടിലെ ആണ് ഞങ്ങളുടെ മെയിൻ ആശാരി കണ്ട്രാക്ക് ജസ്റ്റിൻ ചേട്ടായി, ജസ്റ്റിൻ മുക്കുവൻ. വീണ്ടും ഞങ്ങളിത് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവനിവിടെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനവിടെ നോക്കി വെറുതെ നിൽക്കുന്നു. വലിയ കണ്ടമാണ്, ഇത് കണ്ടാൽ മനസ്സിലാവും. കാറ്റ് എവിടെ നിന്ന് ഇങ്ങോട്ടായതുകൊണ്ട് തലമുടി ഇങ്ങോട്ട് വറക്കുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്. സ്പൈഡർ നമ്മൾ ഫ്രോഗ് മാറ്റി സ്പൈഡറിലോട്ട് ഇടാൻ പോവാണ്. സ്പൈഡർ വെച്ചിട്ട് കോഴിക്കടലും മേടിച്ചിട്ടുണ്ട്. അത് വെച്ച് സെറ്റ് ചെയ്തൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ ആയിരിക്കും റിസൾട്ട് ഒന്നും അറിയത്തില്ല. പിന്നെ നമ്മളിവിടെ ഒരു റോഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ചെറിയൊരു പൊടിച്ചുകൊണ്ടാണ്, പൊടിച്ചുകൊണ്ട് വെയിറ്റ് ലോഡ് ചെയ്ത് പോൾ റോഡിലടിക്കാൻ. ആയിട്ട് മഴ വരുന്നുണ്ട്. പിന്നെ സ്പൈഡറിൽ കുടലിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ചൂണ്ട കാണാൻ പോയിട്ട് തപ്പമാണ്. ഇങ്ങനെ പോകാനാണ് ഒരു അടാ ഇതൊന്ന് കാണിച്ച, ചൂണ്ടയെന്ന് കാണിച്ച, ആ ചൂണ്ടയെന്ന് കാണിച്ച. അതിലൊരു ചൂണ്ടയുണ്ട്. അതുപോലെ അതിലൊരു വെയിറ്റ് ഇട്ടിട്ടുണ്ട്. സ്പൈഡർ ഹുക്ക് ഏരിയ മാറ്റി ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കി. ആ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ഒഴുക്കില്ല. അപ്പോൾ നമ്മൾ ഒഴുക്കുള്ളിടത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു സാധാ ഏരിയയാണ്. ഇവിടെ ആൾക്കാരുടെ വീട് ഇതിൻ്റെ ഇപ്പുറത്തുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പേസാണ്. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇവിടെ വെള്ളം ഭയങ്കര കൂടുതലാണ്. കുഴപ്പമില്ലാത്തൊരു വ്യൂ. ക്ഷമ വേണം മാക്സിമം. മുള വെട്ടിയതാണ് കാണിച്ചേ, കൈ മുറിഞ്ഞ കാണിച്ചേ. അജ്ഞായ മുറിച്ചനാണല്ലോ. അതെന്താ ഓടിക്കുന്നത്? കാണിച്ചേ, കൈ കാണിച്ചേ. ഇത് വീട്ടിൽ 2 സ്പൈഡർ ഹുക്ക് കളഞ്ഞിട്ട് ബാക്കിയുള്ള സാധനം കൊണ്ട് ചൂണ്ടിട്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഒരു സ്പൈഡർ ഇട്ടിട്ടുണ്ട്. സ്പൈഡർ ഇട്ടിട്ട് നമ്മളത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ പോൾ റോഡിൽ
സിബിൻ പോൾ റോഡ് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റിനും ചേട്ടനും കൂടെ ചെറിയ പിടിച്ചുകൊണ്ടകളിൽ സെറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കൊത്തണ്ടോടാ. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ കണ്ടത്തിലോട്ട് ഇറങ്ങുകയാണ്. ഇത്രയും വെള്ളമുണ്ട്. ഞാനിവിടെ താറാവിൻ്റെ കോട്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ലോങ് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു പയ്യൻ്റെ ചൂണ്ട തിരിച്ചെടുത്താണ് അവൻ തെങ്ങയൊക്കെ ഉടക്കി ഇട്ടേക്കുന്നത്. ഇതേപോലെ കണ്ടെത്തി വന്നെറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ ഒരു ചേട്ടൻ ലോങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആശാൻ കുറച്ച് നേരം വല എറിഞ്ഞായിരുന്നു. പള്ളത്തിയാന്ന് തോന്നുന്നു അല്ലടാ കിട്ടിയേ അല്ലേ? പള്ളത്തി മയമ്പും പുള്ളിക്ക് കിട്ടി. വല എറിഞ്ഞാൽ കിട്ടുന്ന മീനാണ് കൂടുതൽ. ചൂണ്ടയിൽ കൊടുത്താൽ ഭയങ്കര പാടാണ്. ഇതേ പോകുന്നു കാണ്ടത്തിൽ കൂടെ. നമുക്കിവിടെ വന്ന് കണ്ടപ്പെട്ട ചേട്ടന്മാരാണ് ഇതല്ലേ. ഇത് ചുമ്മാ ഇട്ടാൽ മതി അല്ലേ? ഇത് കുടലൊന്നും കൊള്ളാമല്ല, മുഴുവൻ മയമ്പാണ്. വെള്ളത്തിലോട്ട് കുട്ടനാടൻ കുഞ്ചമിലെ കാറ്റ് കളിയാടി. ആ ചേട്ടനോട് ചോദിച്ചു നോക്കി. റോഡ് വെള്ളം, ആറ്റിലും വെള്ളം, തോട്ടിലും വെള്ളം, റോട്ടിലും വെള്ളം. പിന്നെ വഴി തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇവിടെ എല്ലാവരും ചൂണ്ടിടുന്നുണ്ട് കേട്ടോ. ഇവിടെയുള്ള എല്ലാവരും ചൂണ്ടിടുന്നുണ്ട്. കറിക്ക് എന്തെങ്കിലും വേണ്ടേ? ഞങ്ങളിപ്പോൾ നോക്കി ഞങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരെ കുറച്ച് ആൾക്കാരോട് ചോദിച്ചു ഏതാണ് സ്പോട്ട് കൂടുതൽ ആൾക്കാർ ചൂണ്ടിയിടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം അത് വെച്ച് ഞങ്ങൾ ഒരു സ്പോട്ടിൽ വന്നതാണ്. ഈ സ്പോട്ടിലാണ്. കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ്. ഇവനത് ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മറ്റേ കൈച്ചൂണ്ടയുണ്ട് കയ്യിൽ. അവർ രണ്ടുപേരും ഓരോന്ന് അവിടെ ആ കാടിൻ്റെ ഇടയ്ക്ക് ഒരുത്തനും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇടുന്നുണ്ട്. എന്തായാലും കിട്ടും. ഒരു മീനെ കിട്ടാതെ പോവില്ല. ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, കിടങ്ങറ എന്ന് പറഞ്ഞ ഏരിയ, പർട്ടിക്കുലർ ഏരിയയുടെ ഒരു സറൗണ്ടിങ്സിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഫസ്റ്റ് മീൻ നമ്മൾ അടിച്ചിരിക്കുകയാണ്. ജസ്റ്റാണ് പിടിച്ചത്. ചെമ്പല്ലിയാണ്, കുഞ്ഞ്. വെയിറ്റ് ചെയ്യണം. കൊത്തുന്നുണ്ടോ? അവസാനത്തെ സ്പോട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് AC റോഡാണ്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വെള്ളമാണ്. ഇവിടെ കൂടെ കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നിർത്തുകയാണ്. ആകെ ഇപ്പം 2 ചെമ്പിൽ ഇട്ടിട്ടുള്ളൂ. ഇവിടെ അത്യാവശ്യം മീനുണ്ടെന്ന് കണ്ടിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ സ്പൈഡർ തന്നെയാണ് ഇപ്പോഴും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പോട്ട്. എന്ത് രസമാണെന്ന് അറിയുക കാണാൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലം. അത്യാവശ്യം നല്ല മീൻ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. ഞാനിവിടെ തീറ്റ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു തെങ്ങിൻ്റെ ഇതിൽ റോഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരാക്ഷനും കാണുന്നില്ല. പക്ഷെ മീൻ വെട്ടുന്നത് ഞാൻ കണ്ടു. അല്ലാസ് നമ്മൾ മീനെ തപ്പി പിടിക്കുകയാണ് രാത്രിയിൽ കൈകൊണ്ട്. അങ്ങോട്ട് കറക്റ്റ് ഒരു മീൻ കിടന്നാടുന്ന അത് പായലായിരുന്നു.